വാർത്തകളിലേക്ക് വിശദമായി തന്നെ. ഐ വുഡ് ബി അഡ്രസ്സിംഗ് ദ നേഷൻ വിത്ത് ആൻ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ്. ഇതായിരുന്നു ഇന്ത്യക്കാരെ ആകാംക്ഷയുടെ മുൾമുള്ളിൽ നിർത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി ഇറങ്ങിയ ട്വീറ്റ്. ആ ആകാംക്ഷ, ആ ഉത്കണ്ഠയൊക്കെ കഴിയാൻ 12:10 വരെ കാത്തിരിക്കേണ്ടി വന്നു. അതിനു മുൻപേ തന്നെ പല അഭ്യൂഹങ്ങളും പരന്നിരുന്നു. ഒരുപക്ഷെ പ്രധാനമന്ത്രി സംസാരിക്കാൻ പോകുന്നത് പാകിസ്ഥാനെതിരായ ഒരു സൈനിക നടപടിയെക്കുറിച്ചാകാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇനി നടപ്പാക്കാൻ പോകുന്ന പുതിയൊരു സാമ്പത്തിക നയത്തെക്കുറിച്ചാവാം. ഇങ്ങനെയൊക്കെയുള്ള പല അഭ്യൂഹങ്ങളും പരന്നെങ്കിലും 12:10 പ്രധാനമന്ത്രി അഭിസംബോധന പ്രസംഗം ആരംഭിച്ചു. എല്ലാ മാധ്യമങ്ങളും തത്സമയം അത് സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു പ്രധാനമന്ത്രിക്ക് പറയാനുണ്ടായിരുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത, ഒരുപക്ഷെ ഇന്ത്യയിലെ പ്രതിരോധ സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുന്ന, ഗവേഷണങ്ങളെ ഏകോപിപ്പിക്കുന്ന സർക്കാർ സ്ഥാപനമായ DRDO അഥവാ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു മിസൈൽ ഉപയോഗിച്ചുകൊണ്ട്, കൃത്യമായി പറഞ്ഞാൽ ഒരു ഉപഗ്രഹവേധ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലക്ഷ്യത്തെ ഭേദിച്ച വാർത്തയാണ് പ്രധാനമന്ത്രി പുറത്തുവിട്ടത്. ഇന്ന് 11:10 ഒഡീഷയിൽ നിന്നും വിക്ഷേപിച്ച ഇത്തരത്തിലുള്ളൊരു മിസൈൽ 300 കിലോമീറ്റർ അകലെ, ഭൂമിക്ക് മുകളിൽ, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ 300 കിലോമീറ്റർ അകലെ ഉള്ള ഒരു ഉപഗ്രഹത്തെ, ഒരുപക്ഷെ ഇന്ത്യയുടെ തന്നെ ഡീകമ്മീഷൻ ചെയ്ത ഒരു ഉപഗ്രഹത്തെ അത് നിർവീര്യമാക്കുകയും തകർക്കുകയും ചെയ്തു. ഇതായിരുന്നു വാർത്ത. ഈ വാർത്തയാണ് പ്രധാനമന്ത്രി അഭിമാനപൂർവ്വം ഇന്ത്യക്കാരോട് ഇന്ന് അഭിസംബോധന പ്രസംഗത്തിലൂടെ പറഞ്ഞത്. ഇനി എന്താണ് ഇന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിനി വിശദമായി നോക്കാൻ പോകുന്നത്. ഇത്തരത്തിൽ ഉള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ 4ാം സ്ഥാനത്താണ് ഇപ്പോൾ. ഇതിനു മുമ്പ് അമേരിക്കയും റഷ്യയും ചൈനയും എല്ലാം ഇത്തരത്തിൽ ഉപഗ്രഹവേധ മിസൈലുകളെ നിർമ്മിക്കുകയും അത് വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്തു. എന്താണ് ഉപഗ്രഹവേധ മിസൈൽ എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനാണ് ഇത് രാജ്യങ്ങൾ നിർമ്മിക്കുകയും അവ ഉപയോഗിക്കുകയും ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മുടെ പല സംവിധാനങ്ങളെയും, അല്ലെങ്കിൽ ഇന്ന് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, നമ്മുടെ ഇമെയിലിംഗ്, വീഡിയോ കോൺഫറൻസിംഗ്, ഇവയെല്ലാം തന്നെ ഈ സേവനങ്ങളെല്ലാം തന്നെ ഇവിടെ നടപ്പിലാക്കുന്നത് നമുക്ക് ഭൂമിക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഉപഗ്രഹങ്ങൾ വഴിയാണ്. ഈ ഉപഗ്രഹങ്ങൾ ഭൂമിയിലെ സെന്ററുകളിലേക്ക് അയക്കുന്ന കമ്മ്യൂണിക്കേഷൻ വഴിയാണ് ഇത്തരത്തിലുള്ള എല്ലാ ശാസ്ത്രങ്ങളും അല്ലെങ്കിൽ എല്ലാ കമ്മ്യൂണിക്കേഷനുകളും നടക്കുന്നത്. ഇത്തരത്തിലുള്ള ഉപഗ്രഹങ്ങളെ തന്നെ കൃത്യമായി നിരീക്ഷിക്കാൻ ഒരുപക്ഷെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ചാര ഉപഗ്രഹങ്ങൾക്ക് സാധിച്ചേക്കും. അതുവഴി നമ്മുടെ ശൃംഖലയെ തകർക്കാൻ അവർക്ക് സാധിച്ചേക്കും. അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള ചാര ഉപഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റ് രാജ്യങ്ങൾ നേരത്തെ വിക്ഷേപിച്ച ചാര ഉപഗ്രഹങ്ങൾക്ക് സാധിച്ചേക്കാം. ഇത് കണ്ടെത്തി അത്തരത്തിലുള്ള ചാര ഉപഗ്രഹങ്ങളെ നശിപ്പിക്കുന്ന ജോലിയാണ് ഇത്തരത്തിലുള്ള ഉപഗ്രഹവേധ മിസൈലുകൾ ചെയ്യുന്നത്. ഇനി എവിടെയാണ് ഇത്തരത്തിലുള്ള ഉപഗ്രഹങ്ങളെ കാണാൻ സാധിക്കുക എന്നതും ഒരു ചോദ്യമാണ്. ഇന്ത്യക്ക് മുകളിൽ ഭൂമിക്ക് മുകളിലുള്ള പ്രത്യേക ഭ്രമണപഥത്തിലാണ് മനുഷ്യനിർമ്മിതമായ എല്ലാ ഒബ്ജക്റ്റുകളും, ഇൻക്ലൂഡിംഗ് ദ സാറ്റലൈറ്റ്സ്, അതായത് നമ്മൾ നിർമ്മിക്കുന്ന സാറ്റലൈറ്റുകളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത് ഭൂമിക്ക് മുകളിലുള്ള ഒരു പ്രത്യേക പരിധിയിൽ വരുന്ന ഭ്രമണപഥത്തിലാണ്. അതിന് പറയുന്ന പേര് ലോ എർത്ത് ഓർബിറ്റ് എന്നാണ്, അഥവാ LEO എന്ന് പറയുന്ന ആ ഭ്രമണപഥത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലാണ് ഇത്തരത്തിലുള്ള മനുഷ്യനിർമ്മിത മാൻമെയ്ഡ് ഒബ്ജക്ട്സ് എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത്. അതിൽ തന്നെ പല വിധത്തിലുള്ള ഉപഗ്രഹങ്ങളുണ്ട്. അതിലൊന്നാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ്, ഭൂമിയുടെ അതേ വേഗത്തിൽ ഭൂമിയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങൾ. അത് നമുക്ക് എപ്പോഴും ഒരേ ദിശയിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഉപഗ്രഹങ്ങളാണ്. എന്നാൽ നമ്മുടെ വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ, ഇന്ത്യയുടെ തന്നെ അടക്കമുള്ള വാർത്താവിനിമയ ഉപഗ്രഹങ്ങളെല്ലാം തന്നെ ഈ ലിയോയിൽ കിടന്ന് വളരെ വേഗത്തിൽ ഭൂമിയെ ചുറ്റുകയാണ്. നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, വളരെ വേഗത്തിൽ അത് ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുകയാണ്. അതിൻ്റെ ഒരു തോതെന്ന് പറയുന്നത് 90 മിനിറ്റിൽ ഭൂമിയെ ഒരു തവണ വലം വെച്ച് വരുന്ന അത്രയും വേഗത്തിലാണ് ഈ ഉപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്, ഈ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നത്. ഇത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളെ, പ്രത്യേകിച്ചും ചാര ഉപഗ്രഹങ്ങളെ കണ്ടെത്തുകയും കൃത്യതയോടെ, കണിശതയോടുകൂടി അവയെ പോയി തകർക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായ കാര്യമാണ്. ഇന്ന് ഇന്ത്യ അത് വിജയകരമായി നടപ്പാക്കി എന്ന് വേണം പറയാൻ. ഈ ശക്തി മിഷൻ ഉപയോഗിച്ചുകൊണ്ട്, ശക്തി മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ കൃത്യമായി ഒരു ഉപഗ്രഹത്തെ ലക്ഷ്യം വെക്കുകയും കൃത്യമായി ആ ഉപഗ്രഹത്തെ തകർക്കുകയും ചെയ്തു. ഇന്ത്യയുടെ തന്നെ മുൻപ് ഡീകമ്മീഷൻ ചെയ്യപ്പെട്ട ഒരു ഉപഗ്രഹത്തെയാണ് ഈ രീതിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ന് തകർത്തത്. ഇതാണ് ഇന്ന് നടന്നത്. ഇത് ഒരു ചെറിയ കാര്യമായി നമുക്ക് കാണാൻ സാധിക്കില്ല. കേവലം 3 രാജ്യങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ ഉപഗ്രഹവേധ മിസൈൽ നേരത്തെ തന്നെ പരീക്ഷിക്കുകയും വിജയകരമായി അത് പരീക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത്. അവിടെയാണ് ഇന്ത്യയുടെ തദ്ദേശീയമായി
വികസിപ്പിച്ചെടുത്ത DRDO വികസിപ്പിച്ചെടുത്ത ഒരു ഉപഗ്രഹവേധ മിസൈൽ ഇന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ പരീക്ഷിക്കുകയും അത് വിജയകരമായി ആ ദൗത്യം പൂർത്തീകരിക്കുകയും ചെയ്തത്. ഇതൊരു വലിയ നേട്ടമായി തന്നെ പ്രധാനമന്ത്രി ഇന്ന് ജനതയോട് പറയുകയാണ് ചെയ്തത്. എന്തായാലും അത് നമുക്കേവർക്കും അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നാണ്. കാരണം നമുക്കറിയാം, അല്പ ദിനങ്ങൾ മുൻപ് മാത്രമാണ് പാകിസ്ഥാന്റെ ആക്രമണം നമ്മുടെ നേർക്കുണ്ടായത്. പുൽവാമ ഭീകരാക്രമണവും അതിനെ തുടർന്നുണ്ടായ മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങളും പ്രത്യാക്രമണങ്ങളും എല്ലാം നമ്മുടെ ഓർമ്മയിലുണ്ട്. അത്തരത്തിൽ മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ശത്രു രാജ്യങ്ങൾ നമ്മളെ ചാര ഉപഗ്രഹങ്ങൾ വഴി നിരീക്ഷിക്കാനുള്ള സാധ്യതകളെല്ലാം തന്നെ ഇതോടുകൂടി നമുക്ക് കൃത്യമായി അതിനെ മോണിറ്റർ ചെയ്യാനും ആവശ്യമെങ്കിൽ അവ തകർക്കാനും സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്നാലും ഇന്ന് ഉച്ചയ്ക്ക് നടത്തിയ പ്രധാനമന്ത്രിയുടെ അഭിസംബോധന പ്രസംഗം എന്ന് പറയുന്നത് ഏവരെയും അഭിമാനം കൊള്ളിച്ച ഒന്നായിരുന്നു. ആ റിപ്പോർട്ടിലേക്കാണ്. രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് ഏത് വിഷയത്തിലാകുമെന്ന ആകാംക്ഷയ്ക്ക് പ്രധാനമന്ത്രി വിരാമമിട്ടത് 12 മണിയോടെ 300 കിലോമീറ്റർ ഉയരത്തിലുള്ള ഒരു ഉപഗ്രഹത്തെ ആന്റി സാറ്റലൈറ്റ് വെപ്പൺ അഥവാ ASAT മിസൈൽ നിർവീര്യമാക്കിയതായി നരേന്ദ്രമോദി രാജ്യത്തെ അറിയിച്ചു. हमारे वैज्ञानिकों ने अंतरिक्ष में, स्पेस में 300 किलोमीटर दूर LEO लो अर्थ ऑर्बिट में एक लाइव सैटेलाइट को मार गिराया है. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യമായാണ് ഇന്ത്യ മാറിയത്. ലോ എർത്ത് ഓർബിറ്റിൽ പ്രവർത്തിച്ചിരുന്ന ഉപഗ്രഹമായിരുന്നു മിസൈലിന്റെ ലക്ഷ്യം. ഈ പരീക്ഷണം രാജ്യാന്തര നിയമങ്ങളോ ഉടമ്പടികളെയോ ലംഘിക്കുന്നതല്ലെന്നും മോദി വ്യക്തമാക്കി. आज का यह परीक्षण किसी भी तरह के अंतर्राष्ट्रीय कानून अथवा संधि समझौतों का उल्लंघन नहीं करता है. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിക്ക് പുതിയ ശക്തിയേകുന്നതാണ് ASAT മിസൈലിന്റെ വിജയം. ഇന്ത്യയുടെ ഈ കഴിവ് ഒരിക്കലും മറ്റൊരു രാജ്യത്തിനെതിരെ ഉപയോഗിക്കില്ലെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി അറിയിച്ചു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. റൈറ്റ്. ഈ രീതിയിൽ ഏറെ അഭിമാനകരമായ നേട്ടമാണ് ഇന്ന് ഉണ്ടായതെങ്കിലും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ചില ചർച്ചകളും വിവാദങ്ങളും ഒക്കെ തന്നെ ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് ഈ പ്രത്യേക സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തുമ്പോൾ അതിന് രാഷ്ട്രീയമായ ഒരു മാനമുണ്ട് എന്ന ആരോപണവുമായി പ്രതിപക്ഷം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണ മത്സരിക്കാനിരിക്കെ, അല്ലെങ്കിൽ BJP ഒരു വലിയ സ്വീപ്പോട്ടിന് ശ്രമിക്കാനിരിക്കെ ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ അഭിമാനകരമായൊരു നേട്ടം പ്രധാനമന്ത്രി തന്നെ വന്ന് പറയുമ്പോൾ അത് പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്നൊക്കെ തന്നെയുള്ള വാദഗതികൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനായ രാഹുൽ ഗാന്ധി അത്തരത്തിലുള്ള ഒരു പരാമർശവുമായി ട്വീറ്റ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് DRDOനെ വളരെ മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ അഭിനന്ദിക്കുന്നു എന്നാണ്. കാരണം ഇതൊരു വലിയ നേട്ടമാണ്. നമ്മുടെ തദ്ദേശീയമായി നമ്മൾ വികസിപ്പിച്ചെടുത്തൊരു മിസൈൽ ഈ രീതിയിൽ വിജയം കൈവരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അഭിമാനകരമായ നേട്ടമാണെന്ന് മനസ്സിലാക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ്. എന്നാൽ അതിന് തൊട്ടു താഴെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, നാടകദിന ആശംസകൾ നേരുന്നു പ്രധാനമന്ത്രിക്ക് എന്നാണ്. ഇതൊരു നാടകമാണ് എന്ന രീതിയിലുള്ള ഒരു കമന്റ് കൂടി രാഹുൽ ഗാന്ധി ഇന്ന് പ്രധാനമന്ത്രിക്കെതിരെ പറയുകയുണ്ടായി. പ്രധാനമന്ത്രി ഇത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നടത്തിയ ഒരു പ്രഖ്യാപനമാണെന്നും ഒരു അഭിസംബോധന പ്രസംഗമാണെന്നും അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. എന്നാൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ പറയുന്നത് പ്രധാനമന്ത്രി തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ അഭിമാനകരമായ നേട്ടം രാജ്യത്തെ ജനതയോട് പറയേണ്ടതെന്നാണ്. ഇവർ തമ്മിലുള്ള ഈ വാക്പോരും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രത്യാരോപണങ്ങളും വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ചർച്ചയായേക്കാം. ഒരുപക്ഷെ ഈ നേട്ടം ഇന്ന് ഈ പ്രതിരോധ ഗവേഷണ വിഭാഗം കൈവരിച്ച ഈ നേട്ടം വലിയൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി BJP വരും ദിവസങ്ങളിൽ ഉയർത്തുമെന്ന് തീർച്ചയായിട്ടും കരുതാൻ സാധിക്കും. റിപ്പോർട്ടിലേക്ക്. ഒരു സുപ്രധാന കാര്യം എനിക്ക് രാജ്യത്തെ അറിയിക്കാനുണ്ട്. രാജ്യത്തെ ആകെ ജിജ്ഞാസയിലാക്കിയ ട്വീറ്റ് ഇതായിരുന്നു. പല അഭ്യൂഹങ്ങൾ നിമിഷങ്ങൾ കൊണ്ട് പടർന്നു. സാമ്പത്തിക മേഖലയിലെ പുതിയ പദ്ധതി മുതൽ പാകിസ്ഥാനെതിരായ സൈനിക നടപടി വരെ ഉണ്ടാകുമെന്ന് പ്രചരിക്കപ്പെട്ടു. തുടർന്നാണ് 10 മിനിറ്റോളം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി വളരെ ബോൾഡായിട്ട് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് നമുക്ക് സക്സസ്ഫുൾ ആക്കാനും ചെയ്യാൻ കഴിഞ്ഞത്. It is a technological achievement. It is certainly an achievement for India and you can be proud of it, you can be happy about it. പ്രഖ്യാപനത്തെ രാഷ്ട്രീയമായി തന്നെ അഭിസംബോധന ചെയ്യുന്നതായിരുന്നു കോൺഗ്രസ് അധ്യക്ഷന്റെ പ്രതികരണം. DRDOയിലെ ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ച കോൺഗ്രസ് അധ്യക്ഷൻ
നാടക ദിനാശംസകൾ അതേ ട്വീറ്റിലൂടെ പ്രധാനമന്ത്രിക്ക് നേർന്ന് അദ്ദേഹത്തെ പരിഹസിച്ചു. പ്രധാനമന്ത്രി തന്നെയാണ് വിജയകരമായ പരീക്ഷണം രാജ്യത്തെ അറിയിക്കാൻ ഉത്തരവാദപ്പെട്ടയാളെന്നായിരുന്നു BJPയുടെ മറുപടി. അതിതീവ്ര ദേശീയതാ പ്രചരണത്തിനാകും പുതിയ മിസൈലിനെയും പരോക്ഷമായി BJP തെരഞ്ഞെടുപ്പായുധമാക്കുക. അന്തരീക്ഷ യുദ്ധത്തിന് രാജ്യം സർവസജ്ജമാണെന്ന സന്ദേശം ഇതുവഴി ചർച്ചയാക്കുകയാണ് ലക്ഷ്യം. ഒറീസയിലെ കലാം ദ്വീപിൽ നിന്നാണ് ഉഗ്രവേദ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത്. വരും ദിവസങ്ങളിൽ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ഭാഗമായി ഉഗ്രവേദ മിസൈൽ പ്രചരണ രംഗത്തെ ഇരുപക്ഷങ്ങളുടെയും ആയുധമാകും. ഡൽഹിയിൽ നിന്നും R. രാധാകൃഷ്ണൻ, 24. യെസ്, ദാറ്റ്സ് ഇറ്റ്. അതുതന്നെയാണ് BJP അടുത്ത ദിവസങ്ങളിൽ പ്രചാരണ ആയുധമാക്കാൻ പോകുന്നതും ഈ വലിയ നേട്ടമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇനി അടുത്ത വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് അതിശക്തമായ ചൂടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അനുഭവപ്പെട്ടത്. അതിൽ നിന്നും യാതൊരുവിധ കുറവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ മുന്നറിയിപ്പുകൾ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട്. ഇത് അവഗണിക്കേണ്ട ഒന്നല്ല. കാരണം ഓരോ ദിവസവും 1 ഡിഗ്രി അല്ലെങ്കിൽ 2 ഡിഗ്രി ചൂട് പലയിടങ്ങളിലും കൂടുകയാണ്. ഇതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചില്ലറയല്ല. ഇന്ന് നിരവധി ജീവികൾ ചത്തുവീഴുന്ന കാഴ്ച ഉണ്ടായിട്ടുണ്ട്. പല ദേശങ്ങളിലും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ പാലക്കാട് ജില്ലയിൽ നിരവധി അത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കാടിനുള്ളിൽ നിന്നും മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരികയും വെള്ളത്തിനായി നാട്ടിലേക്ക് ഇറങ്ങുന്ന ചിത്രങ്ങൾ ഇന്ന് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ എല്ലായിടത്തും ചൂട് ഒരു വലിയ പ്രശ്നമായി മാറുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ആരോഗ്യവകുപ്പ് പല രീതിയിലുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് കർശനമായി പാലിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അല്പം മുൻപ് ഒരു അവലോകന യോഗവും നേരത്തെ ചേർന്നിട്ടുണ്ട്. അവർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല പുതിയ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടത് ചില കാര്യങ്ങളാണ്. അതായത് താപനില 4 ഡിഗ്രി വരെ പലയിടങ്ങളിലും ഉയരുന്നുണ്ട് എന്നത് ഒരു വസ്തുത തന്നെയാണ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. പലരും അത് ചെയ്യുന്നില്ല എന്നതും പലയിടങ്ങളിൽ നിന്നും പുതിയ വാർത്തകൾ വരുന്നുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 12 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നമ്മൾ സൂര്യപ്രകാശം നേരിട്ടേൽക്കാതെ നോക്കേണ്ടതുണ്ട്. വേനൽ മഴ നമുക്ക് ലഭിക്കുന്നതിൽ വളരെയധികം കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. 12 മണി മുതൽ 3 മണി വരെ ശക്തമായ തോതിലുള്ള വെയിൽ അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. അത് ആ സമയങ്ങളിൽ കഴിവതും പുറത്തേക്ക് പോകാതിരിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം. പ്രത്യേകിച്ചും പ്രായമായവരും അതോടൊപ്പം തന്നെ ചെറിയ കുട്ടികളും ഒക്കെ തന്നെ ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി ഇതിൻ്റെ ഒരു സൂചകം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഈ സൂചകം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കൃത്യമായി. എപ്പോഴൊക്കെയാണ് നമുക്ക് ഒരു താപനില സുഖകരമായി തോന്നുന്നതും അല്ലെങ്കിൽ താപനില കൂടുന്നതനുസരിച്ച് അത് എങ്ങനെയാണ് പ്രോബ്ലമാറ്റിക്കായി മാറുന്നതും എന്നുള്ളത് ഈ സൂചകത്തിൽ നിങ്ങൾക്ക് കൃത്യമായി കാണാൻ സാധിക്കും. AR ഗ്രാഫിക്സ് ഉപയോഗിച്ച് നമ്മൾ തയ്യാറാക്കിയ ഈ തെർമോമീറ്ററിലേക്ക് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇവിടെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട് 29 ഡിഗ്രി സെൽഷ്യസ് വരെ ഉള്ള ചൂടിനെ സുഖകരമായ ഒരു താപനിലയെ നമുക്ക് കാണാൻ സാധിക്കും. അതിനെ യെല്ലോ കളറിൽ നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഏതാണ്ട് 30 മുതൽ 40 ഡിഗ്രി വരെ സെൽഷ്യസിലുള്ള ഒരു റേഞ്ചിൽ വരികയാണെങ്കിൽ അതിനെ അസ്വസ്ഥത എന്ന് പറയുന്ന ഒരു ഗണത്തിൽപ്പെടുത്താൻ സാധിക്കും. നമുക്ക് അല്പസ്വല്പം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു റേഞ്ചാണ് ഈ 30 to 40 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. അതിനെ ഓറഞ്ച് കളറിൽ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്തതായി കാണാം. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് 40-നും 45-നും ഇടയിലുള്ള ഒരു റേഞ്ചാണ്. അവിടെ തീർത്തും അപകടകരമായ ഒരു താപനിലയെ നമുക്കതിനെ കണക്കാക്കാം. റെഡ് കളറിൽ നിങ്ങൾക്ക് അതിനെ മാർക്ക് ചെയ്തേ കാണാം. ഇവിടെയൊക്കെ എത്തുമ്പോഴത്തേക്കും താപനില ഈ ഒരു റേഞ്ചിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കാര്യങ്ങൾ ഏതാണ്ട് വളരെയധികം ജാഗ്രതയോടെ കാണേണ്ട കാര്യമാണ്. ഇന്നും ഇന്നലെയുമൊക്കെയായി പാലക്കാടും തൃശ്ശൂരും ഒക്കെ രേഖപ്പെടുത്തിയ താപനില എന്ന് പറയുന്നത് 40-ന് മുകളിലാണ്. അതായത് 40-നും 45-നും ഇടയിലുള്ള ഈ റെഡ് അലേർട്ട് എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചിലാണ്. ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണിത്. 45-നും 54-നും ഇടയിലുള്ള ഏറ്റവും അതീവ ഗുരുതരമായ കടും ചുവപ്പ് നിറത്തിൽ ഏറ്റവും അടിയിലായി നിങ്ങൾക്ക് കാണാം, ഏറ്റവും താഴെയായി കാണാം. ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത്. സൂര്യാഘാതത്തിനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഈ പറയുന്ന 45-നും 50-നും ഇടയിലുള്ള താപനിലയിലാണ്. ഇനി നമുക്കുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടോ? ഇന്നും ഇന്നലെയുമൊക്കെ പല നഗരങ്ങളിലും രേഖപ്പെടുത്തിയ താപനില ഏതാണെന്ന് പരിശോധിക്കാം. നോക്കൂ, പാലക്കാട് ഡിഗ്രിയിൽ 41 ഡിഗ്രിയാണ് രേഖപ്പെടുത്തിയത് ഇന്ന്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന മറ്റൊരു പ്രദേശമായ പുനലൂരിൽ 38 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. മലപ്പുറത്ത് 34 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. കാസർഗോഡ് 33 ഡിഗ്രി സെൽഷ്യസ്. വയനാട് പൊതുവെ തണുപ്പ് കൂടുതലായി അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ് വയനാട് ഇടുക്കിയൊക്കെ. അതിൽ വയനാടിൻ്റെ ഇന്നത്തെ താപനില എന്ന് പറയുന്നത് 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് എല്ലായിടങ്ങളിലും 1-2 ഡിഗ്രി കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ കൂടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതാണ് ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നേരത്തെ തന്നെ മുന്നറിയിപ്പായി തന്നതാണ്. ഈ റേഞ്ചിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ്
വസ്തുത. ഇനി നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട ജില്ലകളിലെ ഇന്ന് രേഖപ്പെടുത്തിയ താപനില കൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. അതിലേറ്റവും ആദ്യം നമുക്ക് തിരുവനന്തപുരം ജില്ലയെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടിയ താപനിലയായി ഇന്ന് രേഖപ്പെടുത്തപ്പെട്ടത് 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. 35 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന 40-നോട് 35-നും 40-നും ഇടയിലുള്ള ഒരു റേഞ്ചിലാണ് വരുന്നത്. ഓറഞ്ച് അലേർട്ട് എന്ന് പറയുന്ന ആ ഒരു കളർ കോമ്പിനേഷൻ വരുന്ന ഒരു ഏരിയ ആണ്. കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് ആയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന്. അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിൽ 35 ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും കൂടിയ താപനില. 26 ഡിഗ്രി സെൽഷ്യസ് ഏറ്റവും കുറഞ്ഞ താപനിലയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ജില്ലയായ ഇടുക്കി ജില്ല പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ 32 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടിയ താപനില. 19 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലയും ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എറണാകുളം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊച്ചി നഗരത്തിൽ 33 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടിയ താപനിലയായി രേഖപ്പെടുത്തിയത്. 27 ഡിഗ്രി സെൽഷ്യസ് ഏറ്റവും കുറഞ്ഞ താപനിലയായി ഇന്ന് രേഖപ്പെടുത്തുകയുണ്ടായി. തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടിയ താപനില. 26 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലയും രേഖപ്പെടുത്തി. ഇന്നലെ അവിടെ 40 ഡിഗ്രിന് മുകളിൽ ചൂടുണ്ടായിരുന്നു. ഇന്ന് അവിടെ അല്പം കുറഞ്ഞിട്ടുണ്ട് താപനില എന്നതാണ് വസ്തുത. കോഴിക്കോട് ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് കൂടിയ താപനില, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. കണ്ണൂരിൽ 35 ഡിഗ്രി സെൽഷ്യസ് കൂടിയ താപനിലയും 27 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനം ഈ രീതിയിൽ വലിയ ചൂടിൽ ഇങ്ങനെ വെന്തുരുകുമ്പോൾ ഇത് മനുഷ്യർക്ക് മാത്രമല്ല പ്രശ്നം സൃഷ്ടിക്കുന്നത്, ജീവജാലങ്ങൾക്കെല്ലാമാണ്. പ്രത്യേകിച്ചും കാടിനുള്ളിലാണ് ഈ പല രീതിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അനുഭവപ്പെടുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കില്ല. കാരണം നമ്മുടെ നാട്ടിൽ മഴ പെയ്യാത്ത സമയങ്ങളിൽ കാട്ടിൽ മഴ പെയ്യാറുണ്ട്, അല്ലെങ്കിൽ കുന്നിൻ മുകളിൽ മഴ പെയ്യാറുണ്ട്. അതോടൊപ്പം അതേപോലെ തന്നെയാണ് ശക്തമായ വെയിൽ ഉണ്ടാകുന്ന സമയങ്ങളിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ കാടിനകത്തുണ്ടാവുന്നു. വെള്ളം കിട്ടാത്ത സ്ഥിതി വരുന്നു. കാട്ടുതീ ഉണ്ടാകുമ്പോൾ ചെറുമൃഗങ്ങളെല്ലാം തന്നെ ഇല്ലാതായി പോകുന്നു. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെയായി മറ്റു വലിയ മൃഗങ്ങൾ, വന്യമൃഗങ്ങളെല്ലാം തന്നെ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന പല സംഭവങ്ങളും ഉണ്ടായി. പാലക്കാട് ജില്ലയിൽ അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ഇന്ന് വരികയുണ്ടായി. ആ റിപ്പോർട്ടിലേക്കാണ്. വരൾച്ചയുടെ രൂക്ഷത തേടി മലമ്പുഴ ഡാമിലേക്കുള്ള യാത്രയിലാണ് പൊട്ടിയ പൈപ്പിൽ നിന്ന് ഇറ്റുവീഴുന്ന വെള്ളം ആർത്തിയോടെ കുടിക്കുന്ന മാനിനെ കണ്ടത്. കരിഞ്ഞുണങ്ങിയ കാടിനുള്ളിൽ കുടിവെള്ളം ഇപ്പോൾ കിട്ടാക്കനിയാണ്. പാലക്കാടിന് മുഴുവൻ ശുദ്ധജലം നൽകുന്ന മലമ്പുഴ ഡാമും വരൾച്ചയുടെ വരവറിയിച്ചു കഴിഞ്ഞു. ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ വെള്ളമുണ്ടായിരുന്നുവെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ ആരും വിശ്വസിച്ചെന്ന് വരില്ല. ഈ വേനൽ കഴിയുന്നതിനു മുൻപ് കേരളം ഒരിറ്റു ദാഹജലത്തിനായി കേഴുമെന്നത് പാലക്കാട് അടയാളപ്പെടുത്തുകയാണ്. ക്യാമറാമാൻ ശ്രീനാഥ് കണിയാമ്പറമ്പിലിനൊപ്പം മലമ്പുഴ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തു നിന്നും ശ്രീജിത് ശ്രീകുമാർ, 24. വരൾച്ച വലിയൊരു പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ്. ഒരുപാട് മുൻകരുതൽ എടുക്കേണ്ട സമയമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വൈദ്യുതിയുടെ ഉപഭോഗം. ഈ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കൃത്യമായി മനസ്സിൽ വേണം. നമുക്ക് വളരെ കുറച്ച് ദിനങ്ങൾ മാത്രമേ ഇനി ഒരുപക്ഷെ നമ്മുടേതായ വൈദ്യുതി ഉപയോഗിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് KCB അറിയിച്ചിരിക്കുന്ന വിവരം. മറ്റിടങ്ങളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ വൈദ്യുതി വാങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷങ്ങൾക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ KCB അറിയിച്ചിരിക്കുന്നത്. റെക്കോർഡ് ഉപഭോഗമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിൽ കൊണ്ടുവേണം വൈദ്യുതിയുടെ ഉപഭോഗവും ഈ സമയങ്ങളിൽ രേഖപ്പെടുത്താനെന്നും സൂചിപ്പിക്കുന്നു. മറ്റു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും കിങ്സ് 11 പഞ്ചാബും മത്സരത്തിനിറങ്ങുന്നുണ്ട്. ഈ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസമാണ് കിങ്സ് 11 പഞ്ചാബിൻ്റെ മത്സരത്തിൽ, രാജസ്ഥാൻ റോയൽസുമായി ഉണ്ടായ മത്സരത്തിൽ അശ്വിൻ, അവരുടെ ക്യാപ്റ്റൻ, കിങ്സ് 11 പഞ്ചാബിൻ്റെ ക്യാപ്റ്റൻ നടത്തിയ ഒരു ബൗളിങ്ങും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് നേടിയ ഒരു വിക്കറ്റും ചർച്ചയായത്. ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് വീണ്ടും കിങ്സ് 11 പഞ്ചാബ് കളത്തിലിറങ്ങുന്നത് എന്നാണ് പ്രത്യേകത. അശ്വിനാണ് ആ ടീമിനെ നയിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. മങ്കാദിംഗ് എന്ന രീതിയിൽ ജോസ് ബട്ട്ലറെ പുറത്താക്കിയ അശ്വിന്റെ പ്രകടനം ഏറെ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഇത് പെർമിസിബിൾ ആയിട്ടുള്ള ഒരു വിക്കറ്റിംഗ് രീതിയാണ് ക്രിക്കറ്റിലെങ്കിൽ തന്നെയും ഇത് ശരിയല്ല എന്ന രീതിയിലുള്ള BCCI അടക്കമുള്ള ഓർഗനൈസേഷൻസ് ഇപ്പോൾ രംഗത്തിനുണ്ട്. അവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അവരുടെ ഡിസ്പ്ലഷർ ഇതിൽ അറിയിച്ചിട്ടുണ്ട്. ഈ രീതിയിലുള്ള കാര്യങ്ങൾ ടോട്ടൽ സ്പോർട്സ്മാൻ സ്പിരിറ്റിന് അഗൻസ്റ്റ് ആണ് എന്ന രീതിയിലുള്ള വാദഗതിയുമാണ് പലരും ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത്. അശ്വിൻ ഇന്ന് ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപക്ഷെ ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹം വീണ്ടും മങ്കാദിംഗ് ട്രൈ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ തന്നെ ക്രിക്കറ്റ് ലോകം ഇപ്പോഴും ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്. എന്നാലും ഇന്ന് രാത്രി കൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായിട്ടാണ് കിങ്സ് 11 പഞ്ചാബിന്റെ മത്സരം നടക്കുന്നത്.
അടുത്ത വാർത്തയിലേക്കാണ് ഇനി. കഴിഞ്ഞ ദിവസം വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് തലസ്ഥാനത്ത് തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് മുകളിലൂടെ ഒരു ഡ്രോൺ കണ്ടെത്തിയ സംഭവം. ആദ്യത്തെ സംഭവം 2 ആഴ്ച മുൻപായിരുന്നുവെങ്കിൽ കഴിഞ്ഞ 2 ദിവസം മുൻപാണ് മറ്റൊരു ഡ്രോണിനെ, നമ്മൾ ഹെലിക്യാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഡിവൈസിനെ പോലീസ് കണ്ടെത്തിയത്. പോലീസ് കൺട്രോൾ റൂമിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കണ്ണിലാണ് ഈ സംഭവം പെട്ടത്. പിന്നീട് അതിന് പിറകെ അന്വേഷണവുമായി മുന്നോട്ട് പോയപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡ്രോണിനെ കണ്ടെത്താൻ ആർക്കും സാധിച്ചില്ല. ഇത്തരത്തിൽ നമുക്ക് ഏറെ പരിചയമുള്ള ഒരു ഡിവൈസാണിത്. ഒരു ഹെലിക്യാം എന്ന് പറയുന്ന രീതിയിലുള്ള ഈ ഡിവൈസിനെ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ പല ക്യാമറാമാൻമാരും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇത് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇത് ഉപയോഗിക്കാൻ കൃത്യമായ ലൈസൻസ് നമുക്ക് ആവശ്യമാണ്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ ലൈസൻസും അനുമതി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഉപയോഗിക്കാൻ സാധിക്കുക. ഇത് ഉപയോഗിച്ചുകൊണ്ട് ദൃശ്യങ്ങൾ പകർത്തുന്നതാണ് ഞാൻ പറഞ്ഞത്. അത് വെറുതെ കളിപ്പാട്ടമായൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് വലിയ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുമെന്നാണ് ഇന്ന് നടന്ന സംഭവം തെളിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ള അടുത്തുള്ളൊരു ക്യാമറയിൽ CCTV-യിൽ പകർന്ന ദൃശ്യങ്ങൾ, ഇന്നലത്തെ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പോലീസിന് മനസ്സിലായത് ഒരു കളിപ്പാട്ടമാവാം, വിദേശ നിർമ്മിത കളിപ്പാട്ടമാവാം. ഏതാണ്ട് ലുക്കുമൊക്കെ ഏതാണ്ട് ഇത് ഈ കാണുന്നത് പോലെയുള്ള ഒരു ഹെലിക്യാമിന്റെ അല്ലെങ്കിൽ ഡ്രോണിന്റെ സമാനമായ ഒരു ഡിവൈസാണത്. കളിപ്പാട്ടമാവാം എന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞത്. പക്ഷേ ഇത് ആര് ഉപയോഗിച്ചു എന്നത് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. 2 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ ഉഡാൻ എന്ന പേരിലാണ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇത്തരത്തിൽ ഡ്രോണുകൾ പറത്തുന്ന ആൾക്കാരെ കണ്ടെത്താനായി ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടിലേക്ക്. പോലീസ് ആസ്ഥാനത്തിന് മുകളിൽ കൂടി അനുമതിയില്ലാതെ പറന്ന ഡ്രോൺ വിദേശ നിർമ്മിത കളിപ്പാട്ടമാണെന്ന നിഗമനത്തിലാണ് പോലീസ്. നിരീക്ഷണ ക്യാമറകൾക്ക് മുകളിലൂടെ പറന്നതിനാൽ മിക്ക ക്യാമറകളിലും ഡ്രോൺ പതിഞ്ഞിരുന്നില്ല. എന്നാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ ക്യാമറയിൽ ഡ്രോൺ പതിഞ്ഞു. വിദഗ്ധരുടെ സഹായത്തോടെ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് കളിപ്പാട്ടമാണെന്ന വിലയിരുത്തലിലേക്ക് പോലീസ് എത്തിയത്. ഇത്തരം കളിപ്പാട്ട ഡ്രോണുകൾക്ക് 4 മുതൽ 5 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയും. കാഴ്ചയിലും സാധാരണ ഡ്രോണുകൾക്ക് സമാനമാണ്. കളിപ്പാട്ട ഡ്രോൺ നിയന്ത്രിച്ചതാരാണെന്ന് കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണ്. സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് IG മനോജ് യാദവ് പറഞ്ഞു. PHQ ഡ്രോൺ എവിടെ വന്നു, ആര് ഉപയോഗിച്ചിരുന്നു, അത് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. സോ വി ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദാറ്റ്. സസ്പീഷ്യസ് ഇതുവരെ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും വന്നിട്ടില്ല. കഴിഞ്ഞയാഴ്ച കോവളത്ത് കണ്ടത് റെയിൽവേയുടെ സർവേക്കിടെ നഷ്ടപ്പെട്ട ഡ്രോണാകാമെന്ന സംശയവും പോലീസിനുണ്ട്. ഇക്കാര്യവും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് പൊതുശല്യമുണ്ടാക്കിയതിന് പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 24 തിരുവനന്തപുരം. അതാണ് വാർത്ത. അത്തരത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഡ്രോണുകൾ വെറുതെ പറത്താനുള്ള അനുമതി നമുക്കില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, നമുക്ക് ഏറെ അഭിമാനമായ അഭിനന്ദൻ വർത്തമാൻ, വിംഗ് കമാൻഡർ, അദ്ദേഹം ജോലിയിൽ തിരികെ പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. നമുക്കറിയാം, പാകിസ്ഥാൻ മോചിപ്പിച്ച വൈമാനികനാണ് അഭിനന്ദൻ വർത്തമാൻ. അദ്ദേഹമാണ് ഇപ്പോൾ ജോലിയിൽ വീണ്ടും തിരികെ പ്രവേശിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് അവധി നൽകുകയായിരുന്നു, നിർബന്ധിത അവധി നൽകുകയായിരുന്നു. അദ്ദേഹം ചികിത്സയിലായിരുന്നു. ആ ചികിത്സയൊക്കെ തന്നെ കഴിഞ്ഞ് വളരെ ആരോഗ്യവാനായി ഇപ്പോൾ വീണ്ടും അദ്ദേഹം ശ്രീനഗറിലെത്തി. അദ്ദേഹം തിരികെ ജോലിയിൽ പ്രവേശിച്ചു എന്ന് പറയുന്നത് നമുക്ക് എല്ലാം തന്നെ ഏറെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി www.24news.com സന്ദർശിക്കുക. AR ഫസ്റ്റ് ന്യൂസ് പൂർത്തിയാവുന്നു. ഇനി ഇലക്ഷൻ എക്സ്പേർട്ടുമായി അനുജ് എത്തും. നമസ്കാരം. You are watching 24 from News Headquarters, Kochi.